ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം പഴയതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് പുതിയതിലേക്ക് നിങ്ങൾ കയറിയാൽ ഇത് പുതിയത് അനുഭവിക്കാൻ തുടങ്ങും ചിലത്. കരമടിച്ച് യേശുവിന് നല്ല ആരാധന കൊടുത്തു, നല്ല ആരാധന കർത്താവിന് കൊടുത്തു. പുതിയത് അനുഭവിക്കുന്ന പുതിയ ജീവിതം. എനിക്കൊരു കാര്യം അറിയാം, ഇതെല്ലാം മേഖലകളിലും ഉണ്ടായിരിക്കും. നിന്റെ സാമ്പത്തികത്തെ അത് കണക്ട് ചെയ്യും, നിന്റെ ശരീരത്തെ അത് കണക്ട് ചെയ്യും, നിന്റെ സമാധാനത്തെ അത് കണക്ട് ചെയ്യും, നിന്റെ മനസ്സിനെ പുതിയ ജീവിതം കണക്ട് ചെയ്യും. നിന്റെ വീടിനെ പുതിയ ജീവിതം കണക്ട് ചെയ്യും, നിന്റെ കുടുംബത്തെ പുതിയ ജീവിതം കണക്ട് ചെയ്യും, നിന്റെ തലമുറയെ പുതിയ ജീവിതം കണക്ട് ചെയ്യും, നിന്റെ ജോലിയെ പുതിയ ജീവിതം കണക്ട് ചെയ്യും. കാര്യം ഇത് ശാപത്തിന്റെ കീഴിലുള്ളതല്ല, ഇത് പുതിയ ജീവിതം യേശുവിലുള്ള സ്വാതന്ത്ര്യത്തിലുള്ളതാണ്. ബ്ലെസ്സിംഗ് ടൈം. എല്ലാ ദിവസവും ദൈവവചനങ്ങൾ കേൾക്കാൻ, ആത്മീയ ശുശ്രൂഷകൾ അനുഭവിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഇത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ആണ് ഞാൻ വായിക്കാൻ നിൽക്കുന്നത്. ശ്രദ്ധിച്ചാട്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതിയൊരു ജീവിതം പറഞ്ഞേ. പഴയ ജീവിതം എല്ലാരും പറയുന്നില്ല. പഴയ ജീവിതം ഏതാ? ഈ പഴയ ജീവിതം ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നതിന് മുൻപുള്ള നിങ്ങളുടെ പഴയ ജീവിതം കഴിഞ്ഞുപോയി. അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം, അതിനെ തുടർന്നു കൊണ്ടുപോകരുത്. യേശുവിന് നന്ദി പറയാമോ? ഇതിനെ തുടർന്ന് കൊണ്ടുപോകാതെ, ഇതിനെ പഴയ ജീവിതത്തെ, ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിച്ചോണ്ട് വരുന്ന ഒരു ദൈവ പൈതൽ പഴയ ജീവിതവും കൂടെ പുതിയ ജീവിതത്തോട് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകരുത്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, പഴയ ജീവിതം അവസാനിക്കണം. എല്ലാരും ചേർന്ന് സന്തോഷത്തോടെ. എന്നിട്ട് ഒന്നുകൂടെ കൈ കൊടുത്ത് പറ, പുതിയ ജീവിതം ഇനിയും തുടരണം. പഴയത് പോണത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. പുതിയ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. പഴയ ജീവിതം തുടർന്ന് വന്നതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ പുതിയ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണം. പുതിയ മാറ്റങ്ങളില്ലാത്ത പുതിയ ജീവിതം വ്യർത്ഥമാണ്. പഴയ ജീവിതം കഴിഞ്ഞു, ഇത് പുതിയതായി. പുതിയ ജീവിതമായി എന്ത് വേണം? പുതിയ മാറ്റങ്ങൾ വേണം. ഒന്നുകൂടെ കൈ കൊടുത്ത് പറ, പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണം. എങ്ങനെ വേണം? എങ്ങനെയായിരുന്നു? ഞാൻ പുതിയതായി തീർന്നു എന്ന് പറയുകയും പഴയ ജീവിതത്തെ ഈ പുതിയ ജീവിതത്തോട് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പഴയ ജീവിതത്തിന്റെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ശീലിച്ചു വന്ന കുറെ കാര്യങ്ങളും എവിടൊക്കെയോ ഇതിനോട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ പുതിയ സൃഷ്ടിയായിട്ടില്ല. പുതിയ സൃഷ്ടിയാണ് സൂപ്പർ നാച്ചുറൽ ലൈഫിന്റെ ഉടമ. അസാധാരണമായ ജീവിതം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ പുതിയ സൃഷ്ടിയായിരിക്കണം. പുതിയ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത് പുതിയ മാറ്റങ്ങളായിരിക്കും. കരങ്ങളെ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞാട്ടെ, പുതിയത്
എന്താ ഈ പുതിയത്? ഒരവസ്ഥയിൽ നിന്ന് അടുത്ത ഒരവസ്ഥയിലേക്കുള്ള മാറ്റമാണ് പുതിയത്. പഴയത് നിന്നു പുതിയ ഒന്നിലേക്കുള്ള മാറ്റം. ക്രിസ്തുവിലൂടെ നിങ്ങൾ കയറി വരുന്ന പുതിയ മാറ്റത്തിന്റെ ദൂത് പറയാം. പാപത്തിന്റെ ചങ്ങലകളാൽ പിടിക്കപ്പെട്ട് ശാപത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിനകത്ത് ജീവിതം തകർന്നു കിടക്കുന്നവൻ ക്രിസ്തുവിലൂടെ ഒരു മോക്ഷത്തിന്റെ ജീവിതത്തിലേക്ക്, ഒരു സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക്, ഒരു അനുഗ്രഹത്തിന്റെ ജീവിതത്തിലേക്ക് അവൻ കയറി വരികയാണ്. അവന് നിത്യജീവനുണ്ട്. അത് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കും. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരവസ്ഥയിൽ നിന്ന് അടുത്ത ഒരവസ്ഥയിലേക്കുള്ള മാറ്റം. കേട്ടെ കേട്ടെ കേട്ടെ, ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം പഴയതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് പുതിയതിലേക്ക് നിങ്ങൾ കയറിയാൽ ഇത് പുതിയത് അനുഭവിക്കാൻ തുടങ്ങും ചിലത്. കരമടിച്ച് യേശുവിന് നല്ല ആരാധന കൊടുത്തോ, നല്ല ആരാധന കർത്താവിന് കൊടുത്തോ. പുതിയത് അനുഭവിക്കുന്ന പുതിയ ജീവിതം. എനിക്കൊരു കാര്യം അറിയാം, ഇതെല്ലാം മേഖലകളിലും ഉണ്ടായിരിക്കും. നിന്റെ സാമ്പത്തികത്തെ അത് കണക്ട് ചെയ്യും, നിന്റെ ശരീരത്തെ അത് കണക്ട് ചെയ്യും, നിന്റെ സമാധാനത്തെ അത് കണക്ട് ചെയ്യും, നിന്റെ മനസ്സിനെ പുതിയ ജീവിതം കണക്ട് ചെയ്യും. നിന്റെ വീടിനെ പുതിയ ജീവിതം കണക്ട് ചെയ്യും, നിന്റെ കുടുംബത്തെ പുതിയ ജീവിതം കണക്ട് ചെയ്യും, നിന്റെ തലമുറയെ പുതിയ ജീവിതം കണക്ട് ചെയ്യും, നിന്റെ ജോലിയെ പുതിയ ജീവിതം കണക്ട് ചെയ്യും. കാര്യം ഇത് ശാപത്തിന്റെ കീഴിലുള്ളതല്ല, ഇത് പുതിയ ജീവിതം യേശുവിലുള്ള സ്വാതന്ത്ര്യത്തിലുള്ളതാണ്.